വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള പാലക് ചിക്കൻ റെസിപ്പിയുമായാണ്. ചീരയെല്ലാം കഴിക്കാൻ മടിക്കുന്നവർക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഇഷ്ടത്തോടെ അവർ കഴിച്ചു തീർക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായി ഞാനിവിടെ 2 കെട്ട് പാലക് ചീരയാണ് എടുത്തിരിക്കുന്നത്. ഈ ചീരയുടെ വേരെല്ലാം നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇത് നമുക്ക് 2-3 വെള്ളത്തിൽ നന്നായി ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ഉലർത്തിയെടുക്കുക. അപ്പോൾ അതിനുള്ള മണ്ണെല്ലാം പോയി കിട്ടുന്നതാണ്. അതിനുശേഷം ഞാനിതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വെള്ളം ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചീരയുടെ ഇല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് സമയം മാത്രം കുക്ക് ചെയ്തെടുക്കുക. ആ 2 മിനിറ്റ് കൊണ്ട് ചീരയില ആവശ്യത്തിന് കുക്കായിട്ടുണ്ടാവും. അതിൽ കൂടുതൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ ചീരയുടെ പോഷകാംശമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാനിത് കോരി മാറ്റി വെക്കുന്നുണ്ട്. ചീരയുടെ ഇല ചേർക്കാനായി ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് നന്നായി തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ചേർത്തിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനകത്തേക്കാണ് നമ്മൾ കോരി മാറ്റുന്ന ചീരയില ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നന്നായി തണുത്ത വെള്ളത്തിൽ ചീരയില മുക്കി വെക്കുന്നതും അതുപോലെ തന്നെ ചീര കുക്ക് ചെയ്യുന്ന വെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നതും ആ ചീരയുടെ പച്ച നിറം നഷ്ടപ്പെടാതെ ഇരിക്കാനുള്ള ഒരു ടിപ്പാണ്. അതിനുശേഷം നമ്മൾ ഇത് വെള്ളത്തിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ചീരയുടെ ഇല ഞാൻ നന്നായി ഗ്രൈൻഡ് ചെയ്ത് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, കണ്ടാൽ തന്നെ അറിയാം, നല്ല പച്ച നിറത്തിലാണ് ചീര നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ 1 കിലോ ചിക്കൻ പീസാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ നല്ല കട്ടിയുള്ള തൈരും പിന്നീട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ചീരയുടെ പ്യൂരിയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ പ്യൂരി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ചിക്കനിൽ മസാല നന്നായി മിക്സായി കിട്ടുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിവിടെ അരമണിക്കൂർ സമയം കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 3 ഗ്രാമ്പൂവും 2 ഏലക്കായും 1 കഷ്ണം പട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 ബേ ലീഫും 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം പിന്നീട് ഇതിലേക്ക് 3 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത ശേഷം നമ്മൾക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് ഞാൻ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. അപ്പോൾ ഞാനിവിടെ 3 മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയുള്ളിയും സവാളയും രണ്ടുമായി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സവാള മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സവാള ഒന്ന് ഏകദേശം ഒന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എരിവിനായി ചുവന്ന മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇവിടെ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള വഴന്ന് വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സവാള ഏകദേശം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സവാളയെല്ലാം ആവശ്യത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക്
തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തക്കാളി ചേർത്ത ശേഷം ഇത് ഒന്നുകൂടി നന്നായി വഴറ്റിയെടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്ത ശേഷം ആ മസാലയുടെ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം ആവശ്യത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ പീസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ പീസ് ചേർത്ത ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ചിക്കൻ ആ മസാലയിൽ നന്നായി പൊതിഞ്ഞ് വരുന്ന വിധത്തിൽ നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായി മിക്സായി കിട്ടിയതിന് ശേഷം പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ കുക്കാവുന്ന സമയത്ത് ഇതിൽ വെള്ളം ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇത് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ ലിഡ് ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചിക്കനിൽ നിന്ന് ആവശ്യത്തിന് വെള്ളമെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് കുക്ക് ചെയ്തെടുത്താൽ ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ 20 മിനിറ്റ് സമയമാണ് എനിക്ക് ചിക്കൻ കുക്കാവാൻ ആവശ്യമായി വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ ലിഡ് ഓപ്പൺ ചെയ്ത് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ ചേർത്ത ശേഷം ഇത് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവ് മാത്രമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ പ്യൂരിയാണ്. അപ്പോൾ പാലക് പ്യൂരി ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ആ ബൗളിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 ടീസ്പൂൺ അളവിൽ ഉലുവ ഇല പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉലുവ ഇല കൈവെള്ളയിൽ വെച്ച് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൂടിപ്പോവാൻ പാടില്ല. ഇത് നമ്മൾക്ക് സൂപ്പർ മാർക്കറ്റുകളെല്ലാം വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 5 മിനിറ്റ് സമയം മാത്രമേ ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അതിന് മുൻപായി ഞാൻ ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് ഒരു 5-10 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം മിക്സിയിൽ നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രഷ് ക്രീം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പാലക് ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വളരെ സ്വാദിഷ്ടമായതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളതുമായ ഈ ചിക്കൻ കറി അപ്പത്തിനും ഇടിയപ്പത്തിനും ചോറിനും എല്ലാം പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.